ഹലോ ഫ്രണ്ട്സ്, ഹെർഫോർഡ് മല്ലിന് മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിതിന് മുമ്പിട്ട വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം. അതിൽ ഞാൻ ചെയ്തിരുന്നത് മോൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നും എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുമാണ്. ഇത്തവണ ഞാൻ ചെയ്യാൻ പോകുന്നത് മോൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഫീഡിങ് ബോട്ടിൽസും പിന്നെ അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസർ ഏതാണെന്നുള്ളതും പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ബ്രസ്റ്റ് പമ്പ് ഏതാണെന്നുമാണ്. അപ്പോൾ ഇത് പുതിയ അമ്മമാർക്കൊക്കെ ഇതൊരു ഉപകാരമാകും. കാരണം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയും ടിക്ടോക്കിൽ നോക്കിയും റീൽസ് നോക്കിയൊക്കെയാണ് കണ്ടുപിടിച്ചത്. ഒരുപാട് റിസർച്ച് ചെയ്താണ് സാധനങ്ങൾ കണ്ടുപിടിച്ച് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ. പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്നത് ഞാൻ ആദ്യം മേടിച്ച ക്രമത്തിലാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഞാൻ അതിനകത്ത് ഏറ്റവും ഒടുവിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോട്ടിൽ ഏതാണെന്നുള്ളത്. ഇഷ്ടം ഉണ്ടായപ്പോൾ അവൾക്ക് ടങ് ടൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യത്തില്ലായിരുന്നു, ബോട്ടിൽ ഫീഡിങ് ആയിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് 1 മന്ത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തതാണ്. ബോട്ടിൽ ഫീഡിങ് ആണ്, നമ്മളത് ക്ലീൻ ചെയ്യണം, അത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം, പിന്നെ നമ്മൾ ഡ്രൈ ചെയ്യണത്, പിന്നെ കറക്റ്റ് 3 hour ആകുമ്പം പാല് ചൂടാക്കി എടുത്ത് പിന്നെ അതിൽ ഒഴിച്ച് കൊടുത്ത് അതിന് പിന്നെ കുടിക്കുമ്പം ചിലപ്പോൾ അതിൻ്റെ കോളിക്ക് വരാൻ ഭയങ്കര ചാൻസ് ആയിരുന്നു. അങ്ങനെ ഞാനൊരു 2-3 ബോട്ടിൽ ട്രൈ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവൾക്ക് ടങ് ടൈ ഉള്ളതുകൊണ്ട് എല്ലാ ബോട്ടിലും അവൾക്ക് കുടിക്കാനും പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം മേടിച്ച ഈ ബോട്ടിലാണ് ലാൻസിനോ എന്ന് പറയുന്ന ഈ ബോട്ടിലാണ് നമ്മൾ മേടിച്ചത് ആദ്യം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റിൽ ഇത് ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ്, 5 pounds കണ്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നിപ്പിൾ കൺഫ്യൂഷൻ കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഇത് BPS ഫ്രീ ആണ് വേറൊരിത്. പിന്നെ ഈ ബോട്ടിൽ ഇതിൻ്റെ തന്നെ പമ്പുമായിട്ട് കോമ്പാറ്റബിൾ ആണ്. പിന്നെ എർഗണോമിക്കലിയും ഇത് ഭയങ്കര അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഇത് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ടീത്ത് ഞങ്ങൾ മേടിച്ചതിൻ്റെ കൂടെ വന്ന ടീത്തിൻ്റെ ഹോൾസ് ഭയങ്കര വലുതാണ്. അപ്പം പാൽ ഒരുപാട് അങ്ങ് വായിലോട്ട് വരുമ്പോൾ കൊച്ചു ഭയങ്കരമായിട്ട് ചോക്ക് ചെയ്യുന്ന പോലെ കാണിക്കുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കോളിക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞെങ്കിലും എസ്തുവിന് ഇത് കംഫർട്ടബിൾ ആയിരുന്നു, അവൾക്ക് കോളിക്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ബോട്ടിൽ യൂസ് ചെയ്തില്ല, പിന്നെ അത് മാറ്റി വെച്ചേക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവൾക്ക് 7 മാസമായപ്പോൾ ഇപ്പം ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾക്ക് ബോട്ടിൽ കുടിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വായിൽ കുറച്ച് നേരം വെച്ചിട്ട് അത് തുപ്പിക്കളയാണ്. പക്ഷെ അല്ലാതെ നോക്കുമ്പോൾ ഇതിനകത്തുനിന്ന് കൂടുതൽ പാലൊക്കെ വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമുക്ക് കഴുകാനൊക്കെ ഭയങ്കര ഈസിയാണ്. ആകെ ഇത്രയും പാർട്സേ ഉള്ളൂ, ഈ നിപ്പിളും പിന്നെ ഒരിതും ഇത്ര ഭാഗമാണ്, കഴുകാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഈ ബോട്ടിൽ ഈ ഒരൊറ്റ സൈസിൽ ഇത് അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടുള്ളൂ. എനിക്കറിയില്ല അവിടെ വേറെ സൈസ് അവൈലബിൾ ആണോ എന്ന്. നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ സൈസ് അവൈലബിൾ ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ പറയട്ടെ, മെൻഷൻ കമൻറ്റ് ചെയ്ത് കേട്ടോ. ഇതിൽ ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ഒറ്റ സൈസേ ഞാൻ കണ്ടുള്ളൂ. അതാണ് ഇതിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ലാൻസിന് അത് പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത് മേടിച്ച ബോട്ടിലാണ് ഈ മാമിൻ്റെ ബോട്ടിൽ. ഇതിവിടെ UK ഒരുപാട് പേരും യൂസ് ചെയ്യുന്ന ഒരു ബോട്ടിലാണെന്ന് തോന്നുന്നതാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒത്തിരി പേര് ഈ ബോട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നിപ്പിളിൻ്റെ ഷേപ്പാണ്. ഇതിങ്ങനെ ഒരു പിള്ളേർക്ക് കംഫർട്ടബിളാണ് കുറച്ചുകൂടി ഇതിൻ്റെ നിപ്പിള്. ചില കുട്ടികൾക്ക് ഇഷ്ടമാണ്, എസ്തുവിന് ഇതിൽ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അത് ഒത്തിരി കുട്ടികൾക്ക് ഇഷ്ടമാണെന്നിങ്ങനെ കുറേ അമ്മമാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരിതാണ് ഇതിൻ്റെ ഇത് സിലിക്കോൺ നിപ്പിളാണ്. പിന്നെ ഇതിന് സെൽഫ് സ്റ്റെറിലൈസിങ് ആണ്, നമുക്ക് സ്റ്റെറിലൈസിങ് ആവശ്യമില്ല. ഇതിൻ്റെ ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോഴും വേറൊരു ഡിസഡ്വാൻറ്റേജ് കുറേ പാർട്സ് ഉണ്ട്, നമുക്ക് കഴുകണം. ഇതെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ അടിയിലൊരു റബ്ബറൊക്കെ ഉണ്ട്, നമ്മൾ ആ റബ്ബറൊക്കെ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് ഇങ്ങനെ വേണം കഴുകാനൊക്കെ. അപ്പോൾ നമുക്ക് കുറേ ടൈം പോകും. ഫസ്റ്റ് അമ്മമാർ പിന്നെ നമ്മൾ തന്നെ ഹസ്ബൻഡും വൈഫും തന്നെ ഉള്ളൂ എങ്കിൽ നമുക്കിതൊക്കെ കഴുകി എടുത്ത് വയ്ക്കാൻ നമുക്ക് കുറേ സമയം എടുക്കും. നമുക്കിതൊക്കെ ടൈം കൺസ്യൂം ചെയ്യാം നമുക്കിതെല്ലാം. കാരണം പ്രത്യേകിച്ച് നമ്മൾ ആദ്യം കുഞ്ഞുണ്ടാകുന്ന ആദ്യത്തെ 1 മാസം ഭയങ്കര നമ്മൾ കൺഫ്യൂസ്ഡാണ് എല്ലാ കാര്യം ചെയ്യുന്നതിൽ, നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നി. എനിവേ ഇത് ആൻറ്റിക്കോളിക്കാന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത് കുടിച്ചിട്ടും എസ്തുവിന് കോളിക്കായിരുന്നു. ചിലപ്പോൾ അവർക്ക് ടങ് ടൈ ഉള്ളതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. എനിവേ എസ്തുവിന് ഈ ബോട്ടിൽ ഇഷ്ടമാണ്. ഇതും BPS ഫ്രീ ആയിട്ടുള്ള ബോട്ടിലാണ്. അതുപോലെ ഇതും എർഗണോമിക്കലി ആണ്, അങ്ങനെ സേഫ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ എന്നാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായില്ല ഈ ബോട്ടിൽ. പിന്നെ ഇതിൻ്റെ വേറൊരു ഇത് ഞാൻ കണ്ടത്, ഇതിൻ്റെ ഈ അടപ്പ് കണ്ടോ, ഇതിൽ തന്നെ മെഷർമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇപ്പം കുട്ടി കപ്പിലൂടെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിലെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. മെഷർമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എത്ര ഇതുണ്ടെന്നുള്ളത്. അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ.
ഇങ്ങനെ എല്ലാ ബോട്ടിലും ഫെയിലായി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറേ സെർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ നോക്കി കണ്ടു. എല്ലാ ബോട്ടിലല്ല, ആദ്യത്തെ ഫസ്റ്റ് രണ്ട് ബോട്ടിൽ ഫെയിലായി കഴിഞ്ഞപ്പം അപ്പോൾ ഇത് തന്നെ നമ്മൾ ആക്ച്വലി ഒരു ബോട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യും. കാരണം കഴുകാനുള്ള ഒരു കൺവീനിയൻസ് ഇതുകൊണ്ട്. കാരണം നമുക്ക് ടൈമില്ല, രണ്ടുപേരും, ഞാൻ മാത്രമുള്ള മോളെ നോക്കുക, പിന്നെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന ആ സമയത്ത് പിന്നെ എനിക്കിതിനിടയിൽ വന്ന് മോളെയും വെച്ച് ഇത് കഴുകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ 2 എണ്ണമൊക്കെ ഓർഡർ ചെയ്യും. അപ്പോൾ അങ്ങനെ വെച്ചാൽ അതിന് നമ്മൾ പൈസ പോകുന്നു, നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയൊരു ബോട്ടിലാണ് ഡോക്ടർ ബ്രൗണിൻ്റെ ഈ ബോട്ടിൽ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടീത്ത് സ്പിറ്റപ്പിനെ പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ കോളിക്കിനെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഈ ടീത്ത് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്, അതായത് ബ്രസ്റ്റിനെ നിപ്പിളിനോട് മിമിക്ക് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ കുട്ടികൾക്ക് പാൽ ഒരുപാട് ഇങ്ങ് വരത്തില്ല. അപ്പം അവർ നമുക്ക് ബ്രസ്റ്റിൽ നിന്ന് വരുന്ന പോലെ തന്നെ ഇതിൽ നിന്ന് ഈ നിപ്പിളിൽ നിന്ന് പാൽ വരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇതിനൊരു വെൻ്റുണ്ട്. ഈ വെൻ്റ് കോളിക്കിന് പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ ന്യൂട്രിയൻസിനെ പ്രിസർവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതായത് ഇത് ബ്രസ്റ്റ് മിൽക്കിലും മറ്റേ ഫോർമുല മിൽക്കിലെയൊക്കെ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാ വെച്ചാൽ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഓക്സിഡേഷൻ സംഭവിക്കാതെ അത് പ്രിസർവ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. എന്താണെന്ന് വെച്ചാൽ ഇതും BPS ഫ്രീ ആണ്. പിന്നെ ഇയർ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യും. എയർ മിക്സ് ഇതാവാത്തതുകൊണ്ട് ഇയർ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഒരു കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇനി ഇവർക്ക് ഇയർ ഇൻഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ മെയിനായിട്ട് ഇത് കണ്ടത് എസ്തുവിന് ഇത് ഇഷ്ടമായി. എസ്പെഷ്യലി ഇവർക്ക് ടങ് ടൈ ഉള്ളതുകൊണ്ടായിരിക്കും. ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഈ ടീത്തും ഈ ബോർഡിന് കോളിക്കൊന്നും വന്നില്ല. പിന്നെ ആകെ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പാർട്സാണ്. ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് കഴുകാനുള്ള ബുദ്ധിമുട്ട്. കുറേ കഴുകണം, നമുക്ക് കുറേ സമയം എടുക്കും ഇതെല്ലാം ഓരോന്നും ഊരി കഴുകാനൊക്കെ. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു റിസൾട്ട് കുട്ടിക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇത് തന്നെ 2 മേടിച്ചു. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ് ഈ ബോട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും വലുത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ചെറിയ ബോട്ടിലും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഗ്ലാസും പ്ലാസ്റ്റിക്കും രണ്ടും അവൈലബിൾ ആണ് ബോട്ടിൽ. നമുക്ക് വേണേൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗ്ലാസ് ബോട്ടിലും ഇതിൻ്റെ അവൈലബിൾ ആണ്. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പം ഞാൻ ഉപയോഗിച്ചിരുന്ന ബ്രസ്റ്റ് പമ്പ് മോംകോസിയുടെ ബ്രസ്റ്റ് പമ്പാണ്. ഇതാണ് ബ്രസ്റ്റ് പമ്പ്, ഇതതിൻ്റെ മോട്ടറാണ്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയൊരു ബ്രസ്റ്റ് പമ്പായിരുന്നു. ഇതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് എത്ര വേണേലും സ്പീഡ് കൂട്ടാം, സ്പീഡ് കുറയ്ക്കാം. ഇതെൻ്റെ പവർ ബട്ടണാണ്. അങ്ങനെ നല്ല ഒരു പമ്പായിരുന്നു. ഞാനിത് 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ പാർട്സ് ഉണ്ട്, കഴുകാനുണ്ട് കുറേ പാർട്സ്. ഞാനിതൊരു 2 മാസത്തോളം ഞാനിത് യൂസ് ചെയ്തിരുന്നു. ഇതെൻ്റെ പ്ലഞ്ചാണ്. ഇത് നമുക്ക് ഇതിന് തന്നെ പല സൈസിൽ കിട്ടും. അതായത് നമ്മുടെ നിപ്പിളിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് അത് മെഷർമെൻറ്റ് അതിനകത്ത് എടുക്കാനുള്ള ഒരു കാർഡുണ്ട്. അത് വെച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പ്ലഞ്ച് ഇതിന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ പാർട്സാണ് ഇതൊക്കെ, ഈ ചെറിയ പാർട്സ്. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഊരി കഴുകണം. പക്ഷെ പമ്പ് കംഫർട്ടബിൾ ആയിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് പമ്പ് എന്ന് പറയുന്നത് ഈ മെഡല്ല എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ പമ്പായിട്ടാണ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ കാണുന്നത്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. മാർക്കറ്റ് പ്ലേസിലൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിക്കാൻ കിട്ടും. പക്ഷെ ഞാനത് മേടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ഈ ബോട്ടിലാണ് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ആ പമ്പുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാണിത്. ഇതാണ് ബോട്ടിൽസ്. പിന്നെ ഞാൻ ഉപയോഗിച്ച സ്റ്റെറിലൈസർ ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റെറിലൈസറാണ് ഉപയോഗിച്ചത്, ഫിലിപ്സിൻ്റെ അവൻ്റ്. ഇത് ഭയങ്കര നല്ലൊരു സ്റ്റെറിലൈസറാണ്. ഒന്നാമത്തെ കാര്യം നമുക്കിതിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വരും. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് കാണുന്നത്. ഞാനിപ്പോൾ ബോട്ടിൽസൊക്കെ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് 24 hours ഇതിൽ തന്നെ വെക്കാം. സ്റ്റെറിലൈസ് ആയിട്ട് അത് അവിടെ ഇരിക്കും. പിന്നെ ഇതിന് ലാർജ് കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെയാണ് ഇതിനുള്ളിൽ, ലാർജ് കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. പിന്നെ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ബോട്ടിലിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്രസ്റ്റ് പമ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ബ്രസ്റ്റ് പമ്പും ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബോട്ടിലെല്ലാം ഒന്നിച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും പറഞ്ഞ പോലെ തന്നെ 24 hours ഇതിൽ നമുക്ക് ഇത് സ്റ്റെറിലൈസ് ആയിട്ട് ഇരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇത് 50 pounds 45 pounds മറ്റോ ആയിരുന്നു. ഞാൻ എൻ്റെ ലിങ്ക് തരാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിരുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോട്ടിൽ ഡോക്ടർ ബ്രൗൺസിൻ്റെ ബോട്ടിലാണ്. എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കുറേ രീതി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ന്യൂട്രിയൻസ് ഒക്കെ പ്രിസർവ് ചെയ്യും. അതുപോലെ തന്നെ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല, കോളിക്ക് ഉണ്ടാവില്ല. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയൊരു ബോട്ടിൽ, ഞാൻ ഉപയോഗിച്ച 3 ബോട്ടിൽ ഇതാണ്.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.